എനിക്കേ കുറച്ച് കാര്യങ്ങൾ നിന്നോട് തുറന്ന് സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് വളരെ സന്തോഷകരമായ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. മനസ്സിലൊരു ഭാരം എനിക്ക് ഇറക്കി വെക്കണം. അമ്മ പലതും പറയും, നീ അതൊന്നും കാര്യാക്കണ്ട. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ലെന്നോ? പിന്നെ ആ ജോത്സ്യർ കള്ളം പറയോ? ഡോക്ടറേറ്റ് മാത്രമല്ല, പ്രൊഫസർ കൂടിയാ അവര് വെറുതെ വായി തോന്നൊക്കെ പറയോടാ. എന്തൊക്കെയാ ഹരീഷ ഞാൻ ഈ കേൾക്കുന്ന? ഒന്നുമില്ല ശ്രീ, അവര് പറയുന്നൊക്കെ നേരാവോ? നേരാവൻ ഇനി എന്തിരിക്കുന്നു? എല്ലാം നേരെ ആയല്ലോ. എന്റെ ഭർത്താവ് എല്ലാം ഉപേക്ഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് എങ്ങോ പോയി. എന്റെ മോള് രമ്യ അവളുടെ വഴിക്ക് പോയി. ഈ കുടുംബം ആകെ പാടെ തകർന്നു. ഇനി എന്റെ ഈ ചെറുക്കന്റെ തല ഓടി തെറിക്കണോ അല്ലേ? അതുകൂടി കണ്ടിട്ട് പോയാ മതിയടി നീ ഇവിടുന്ന്. എന്റെ ദൈവമേ, എന്റെ കുടുംബം അന്യാധീനപ്പെട്ടേ. ഹോ, ഈ വയ്യാവേലി കാരണം ഞങ്ങൾ ഇനി എന്തൊക്കെ അനുഭവിക്കണം ഭഗവാനെ. ഹോ, ശ്രീ, ഒന്നുമില്ല. കരയല്ലേ? വർമ്മ സാർ എന്താ ഈ പറയുന്നേ? അതൊന്നും ശരിയാവില്ല. അതൊന്നും സംസ്ഥാന കമ്മിറ്റി അംഗീകരിക്കില്ല. ഞാൻ കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരം വാങ്ങിയാ വന്നിരിക്കുന്നത്. മന്ത്രിയാകാൻ ഞാൻ തയ്യാറല്ല. ആഭ്യന്തര മന്ത്രി എന്നല്ല, ഭരണത്തിലേക്കേ ഞാനില്ല. മറ്റൊന്നും കൊണ്ടല്ല, പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന എത്രയോ പേർ അവസരം കാത്തു നിൽക്കുന്നു. അതും വളരെയേറെ കഴിവുള്ളവർ. അവർ വരട്ടെ. യുവാക്കൾക്ക് ഏറെ അവസരം കൊടുക്കണമെന്നല്ലേ സാർ നമ്മുടെ പ്രകടന പത്രികയിലുള്ളത്? അത് ശരിയാണ്. വളരെ സീനിയറായ ഞാൻ മാതൃക കാട്ടിയില്ലെങ്കിൽ പിന്നെ ആരാ സാർ മാതൃക കാട്ടുക? എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ഉള്ളവരും അതുപോലെ പക്വതയുള്ള തീരുമാനം എടുക്കുന്നവരും വേണ്ടേ സാർ? അതിനൊക്കെ സാറിനെ പോലുള്ളവരുണ്ടല്ലോ. സാറിനുള്ള ഇമേജ് ഈ പൊൻകുന്ന സദാശിവനുണ്ടോ? സാറേ, ഇമേജ് അല്ല, കഴിവാണ് പ്രധാനം. മാത്രമല്ല, ഞാൻ എത്ര കൊല്ലം ഈ മന്ത്രി കസറിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചോണ്ടിരിക്കും. എനിക്ക് തന്നെ ലജ്ജ തോന്നുക. അതുകൊണ്ട് സാർ തന്നെ ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യും. എന്റെ സ്ഥാനത്തേക്ക് മറ്റൊരു ചെറുപ്പക്കാരനെ പരിഗണിക്കുക. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, സാറ് പാർട്ടി പ്രസിഡന്റായിട്ട് സ്ഥാനം ഏറ്റെടുക്കുക. അതപ്പോഴല്ലേ നമുക്ക് നോക്കാം. ഓൾ ദി ബെസ്റ്റ് സാർ. ശരി. അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ച തോറ്റു പിന്മാറുന്നവളല്ല ഈ അംബിക. അതുകൊണ്ട് തന്നെ ഞാൻ പറയും, സത്യമല്ല ഞാൻ പ്രതാപനോട് പറയും. ഈ കുടുംബത്ത് പ്രശ്നങ്ങളുണ്ടാക്കി ഇവിടുത്തെ സമാധാനം കളയാനാണോ നിങ്ങളുടെ ശ്രമം? അതെ, കുടുംബത്തില് സമാധാനം നിലനിൽക്കണമെങ്കിലേ അത് എല്ലാവരും വിചാരിക്കണം. ഞാൻ മാത്രം വിചാരിച്ചാ പോരാ. ഇങ്ങനെ ഒരു കുടുംബം കെട്ടിപ്പടുത്തത് എന്റെയും കൂടി അധ്വാനം കൊണ്ടാ. അതാരും മറക്കാൻ നിൽക്കണ്ട. പിന്നെ മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നതല്ലേ അധ്വാനം. ഋതു, വേണ്ട. നീ എന്നെ വെല്ലുവിളിച്ചോടി. 10 സെക്കൻഡ് കൊണ്ട് ഈ വീടൊരു തീപ്പുരയാക്കി ഞാൻ മാറ്റും. നീയേ കൺകുളിർക്കെ കണ്ടോ? ദൈവത്തെ ഓർത്ത് നിങ്ങൾ പ്രതാപേട്ടനോട് ഇപ്പൊ ഒന്നും വിളിച്ച് പറയില്ലേ? ഒരു യാത്ര കഴിഞ്ഞ് വരുന്നതാ പ്രതാപേട്ടൻ. അവര് പറയട്ടെ ചെറിയമ്മേ. എന്തായാലും പത്മാവതി എന്റെ അമ്മയല്ലേ, അച്ഛന്റെ ഭാര്യയായിട്ട് വർഷങ്ങളോളം ജീവിച്ചവരല്ലേ. ഋതുമോളെ, എന്നാലും എന്തിനാ ചെറിയമ്മ ഇത്രയും പേടിക്കുന്നേ? ഋതു, ഇവരെ തകർത്തത് കുടുംബജീവിതം, എന്റെ അച്ഛന്റെ അമ്മയുടെ ജീവിതം. സത്യവും നീതിയും എല്ലാം നമ്മുടെ ഭാഗത്താ. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട്, സത്യമേ ജയിക്കൂ. വർമ്മ സാർ എങ്ങനെയാ റിയാക്ട് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. രാജു, എനിക്കും പേടിയുണ്ട്. പക്ഷേ ഇതിനൊരു അന്ത്യം ഉണ്ടായാലല്ലേ പറ്റൂ.
അല്ല, എല്ലാവരുടെയും യാത്രയൊക്കെ സന്തോഷമായിരുന്നോ? ആ സന്തോഷായിരുന്നു സർ. ആ, ശേഖരൻ എവിടെ യാമിനി? ശേഖരേട്ടൻ വന്നില്ല. കമ്പനിയിൽ എന്തോ തിരക്കുണ്ട്, അതുകൊണ്ട് എന്നെ തിരിച്ചയച്ചു. ചേച്ചി, രാജുവിന്റെ വീട്ടിലെ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരോടും നല്ല സന്തോഷമായിട്ടല്ലേ ചേച്ചി യാത്ര പറഞ്ഞു പിരിഞ്ഞത്? അതെ പ്രതാപ, എന്നാലും അത് കഷ്ടമായിപ്പോയി പ്രതാപ. എന്ത് ചേച്ചി? അല്ല, ഞാൻ ന്യൂസൊക്കെ അറിഞ്ഞു. നീ എന്തിനാ പ്രതാപ ആഭ്യന്തര മന്ത്രിപദം വേണ്ടാന്ന് വെച്ചേ? അധികാരത്തിലിരിക്കുന്ന നിന്നെ കാണാനാ ഈ ചേച്ചിക്ക് ഏറെ ഇഷ്ടം. ഈ സംസ്ഥാന ഭരണം എന്റെ മാത്രം കുത്തകയല്ല ചേച്ചി. അനേകം കഴിവുകളുള്ള യുവതലമുറ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കണം. കൊടുത്തേ പറ്റൂ. അതാ അതിന്റെ ശരി. മോളെന്താ ടെൻഷനോടെ നിൽക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. നിനക്കോടാ? ഏയ് ഒന്നുമില്ല സർ. ചേച്ചി വളരെ റെസ്റ്റ്ലെസ് ആണല്ലോ. എന്താ ചേച്ചി? എന്റെ മനസ്സ് തീരെ ശരിയല്ല പ്രതാപ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് തുറന്ന് സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് വളരെ സന്തോഷകരമായ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. മനസ്സിലൊരു ഭാരം എനിക്ക് ഇറക്കി വെക്കണം. എന്തൊരു ആയുസ്! ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. ആളിതാ വിളിക്കുന്നു. സിസ്റ്റർ പവിത്രയാ. ഹലോ സിസ്റ്റർ, നമസ്കാരം. നമസ്കാരം. സാർ തിരിച്ചു വന്നോ? ആ, ഞാനിപ്പോ വീട്ടിലെത്തിയുള്ളൂ. സിസ്റ്റർ എപ്പോഴാ ഒന്ന് നേരിൽ കാണാൻ പറ്റുക? ഞാൻ ദേ ഇപ്പൊ അങ്ങോട്ട് പുറപ്പെടുവോ? ആ, വെരി ഗുഡ്. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ വെയിറ്റ് ചെയ്യാം. ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ട് അവർ വന്നില്ല. ദേ, ഇപ്പൊ അവരെന്നെ കാണാൻ വരുന്നുണ്ട്. സിസ്റ്റർ പവിത്ര. ആ യാമിനി, എന്റെ ജീവൻ രക്ഷിച്ച ഒരു സ്ത്രീയാ വരുന്നത്. അവരെ നന്നായിട്ട് സ്വീകരിക്കണം. നല്ല യാത്രാക്ഷീണമുണ്ട്. ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം.